9/2024 PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ. അടുത്തത്, ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്നു. അടുത്തത്, 7 രാജ്യങ്ങളായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. 7 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. അടുത്തത്, അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. അപ്പോൾ അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത് പാലക്കാടാണ്. അതേകൂട്ട് തന്നെ അഴീക്കൽ എന്ന് പറയുന്നത് കണ്ണൂരാണ്. പൊന്നാനി എന്ന് പറയുന്നത് മലപ്പുറം. അഴീക്കൽ, കണ്ണൂർ, പൊന്നാനി, മലപ്പുറം. അടുത്തത്, ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ലാൻഡറിൻ്റെ പേര് വിക്രം ആണ്. മൊത്തം ചെലവെന്ന് പറയുന്നത് 615 കോടി രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയാൻ രൂപം കൊണ്ടതാണ് ലോക്പാൽ എന്ന് പറയുന്നത്. ദേശീയ തലത്തിലും ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയാൻ രൂപം കൊണ്ടതാണ് ലോക്പാൽ. ഗഗനയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. അടുത്തത്, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യഭാഗം എന്ന് പറയുന്നത് ട്രക്കിയാണ്. അടുത്തത് ശാസ്ത്രീയ നാമമാണ്. പൂച്ച എന്ന് പറയുന്നത് ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. കാക്ക എന്ന് വെച്ചാൽ കോർവസ് ക്രിസ്റ്റാറ്റസ്